താമസിക്കുന്ന സ്ഥലത്തൊരു വനവും വേണം. അത് പ്രായോഗികമല്ല. മാത്രമല്ല, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ വനസംരക്ഷണത്തിന് കൂടി ആളുകൾ എതിരാവുന്ന സ്ഥിതിയിലേക്ക് വരും. യഥാർത്ഥ വനം സംരക്ഷിക്കപ്പെടാതെ പോവും, യഥാർത്ഥ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഈ ന്യായമായ ആവശ്യം, അതിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് വാക്കു പറയുന്നു. നിങ്ങളുടെ ഈ വിഷയം കേരളത്തിന്റെ നിയമസഭയിൽ കൂടി ഉന്നയിച്ച് അതിന് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമം കൂടി നടത്തുമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായി ഉറപ്പു നൽകുക. നിങ്ങൾ അവിടെ നിന്ന് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടാണ്, എന്തുമാത്രം വിഷമം ആളുകൾ അനുഭവിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും അവിടുത്തെ ജനങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഈ ഡിമാൻഡ് വെച്ചുകൊണ്ട് ഈ സമരം നടത്തുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ ഡീനോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.